ഹലോ ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാനത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ടലാണ്. ഇന്ന് സൺഡേ ആയിട്ട് ഇന്ന് ഒഴിവാണല്ലോ, അപ്പോൾ ഒന്ന് ചൂണ്ടിടുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സാണ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഐറ്റംസ്. ചൂണ്ടട ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ചൂണ്ട. 7 ഫീറ്റ് ചൂണ്ടയാണ്. പിന്നെ ഷിമോനോ FX 4000 എന്ന് പറഞ്ഞൊരു ചൂണ്ടയാണ്. ഇതിൻ്റെ റോഡ് ഒക്കുമേട വേവ് പവർ എന്ന് പറഞ്ഞ റോഡാണ്. ഇത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ചൂണ്ടയാണ് കേട്ടോ. പിന്നെ കുളത്തുകൾ, ഷാഡുകൾ. ഇതൊരു ഷാഡാണ്. ഐറ്റംസൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് പോണത്. മീൻ കിട്ടുമോയെന്നറിയില്ല, പോയി നോക്കാം. നമ്മൾ മാത്രമല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂട്ടുകാർ ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ പോവാം. നമ്മളിന്ന് ചൂണ്ടിടാൻ പോകുന്നത് കടമക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കടമക്കുടി നമുക്കറിയാം, ഏറ്റവും ഉള്ളിലോട്ട് കയറിയൊരു ഗ്രാമമാണ് കടമക്കുടി എന്ന് പറയുന്നത്. നല്ല കെട്ടുകളും നല്ല പൊക്കാളിപ്പാടങ്ങളും, അങ്ങനെ കെട്ടുകളും പൊക്കാളിപ്പാടങ്ങളും പിന്നെ നല്ല പുഴകളൊക്കെ ഉള്ളൊരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഒരു ദ്വീപ് പോലത്തെ ഒരു ഗ്രാമമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടമക്കുടി എന്ന് പറയുന്നത്. അപ്പോൾ കടമക്കുടി എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം കടന്നാൽ കുടുങ്ങി എന്നാണ് ശരിക്കും കടമക്കുടിയിലൊരു ഇത്. കാരണം അത്രയ്ക്കും ഫുള്ളായിട്ട് ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമാണ്. നമുക്കറിയാം റൈറ്റിലും ലെഫ്റ്റിലും കെട്ടും പൊക്കാളിപ്പാടങ്ങളൊക്കെ പണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും നല്ലൊരു പ്രകൃതി ആയിട്ടുള്ള ഒരു ഗ്രാമമാണ് കടമക്കുടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇന്ന് നമ്മൾ ചൂണ്ടിടാനായിട്ട് പോണത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടി പോവാണ്. ബാക്കിയുള്ള ടീംസൊക്കെ നമ്മുടെ ബാക്കിൽ ഉണ്ട് ഗൈസ്. ഫുൾ പവർ ഓൺ ആയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയാണ്, കണ്ടോ നല്ല അടിപൊളി. എന്താ വ്യൂ നോക്കി. ഇവിടേക്ക് ഇപ്പോൾ വന്ന് നമുക്ക് സായാഹ്നങ്ങൾ വന്നിരിക്കാനും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാനും പറ്റിയൊരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു പ്ലേസ് തന്നെയാണ് ഈ കടമക്കുടി എന്ന് പറയുന്ന ഒരു പ്ലേസ്. അല്ലാതെ ഒരു ഗ്രാമമാണ്, നല്ല അടിപൊളിയായിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി നമ്മൾ പോകുന്നത്. കാരണം പോണ വഴിയൊക്കെ നമ്മൾ അടിപൊളി നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല കാറ്റാണ്. പോകുന്ന വഴിയും നമ്മൾ തൊട്ട് അപ്പുറവും ഇപ്പുറവും പാടമുണ്ട്. പൊക്കാളിപ്പാടങ്ങളാണ്, പണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന പൊക്കാളിപ്പാടങ്ങളാണ്. അപ്പോൾ ആ ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, റൈറ്റും ലെഫ്റ്റും. അപ്പോൾ ഈ വഴി നമ്മൾ 2 വീലറൊക്കെ നമ്മൾ ഓടിച്ച് പോകുമ്പോൾ നല്ല വൈബാണ് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റും നമുക്ക് മനസ്സിന് അവിടെ വന്നിരിക്കാനും നല്ല അറ്റ്മോസ്ഫിയറായിട്ടുള്ളൊരു ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്ഥലമാണ് കടമക്കുടി. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. പിന്നെ വെച്ചാൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വഴി. കാരണം വഴി ഇത്തിരി മോശമാണ്. കാരണം ആ ഒരു കടവിലോട്ടുള്ള കുറച്ച് വഴി മാത്രമേ ഉള്ളൂ ഇത്തിരി മോശമായിട്ടുള്ളത്. അപ്പോൾ ആ വഴി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം നമ്മളെ സ്ഥലത്ത് എത്താറായിട്ടാണ്. നമ്മളൊരു കടവിൽ നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി കടവിൽ എത്താറായിട്ട് ഈ സ്ഥലമാണ് മച്ചാന്മാരെ നമ്മളിന്ന് ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കുന്നത്. അടിപൊളി കടവാണ്. കാരണം പുഴയും തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു കെട്ടാണ്. നേരെ തന്നെ നമ്മൾ കാണുമ്പോൾ പുഴ. അപ്പോൾ നമ്മളെ പുഴയും ചിങ്ങമലയൊക്കെ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഗൈസ്, നമ്മുടെ ചൂണ്ടകൾ ആരംഭിക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇപ്പോൾ എല്ലാവരും നല്ല ഫുൾ ഓണാണ്. അപ്പോൾ നമ്മൾ ചൂണ്ടയിടൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ ചെമ്മീനാണ് ആദ്യം കയറിയിടേണ്ട ചൂണ്ടയിൽ. നമ്മൾ ചെമ്മീനെ കിട്ടിട്ട് എല്ലാവരും എന്താ പറയുക, മെഷീൻ ചൂണ്ടയും അല്ലാണ്ട് നമ്മുടെ കൈച്ചൂണ്ടയും അതൊക്കെ ആയിട്ട്
വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഏതൊന്നും മീൻ കിട്ടണേന്ന് നമുക്ക് നോക്കാം. ഇതിങ്ങനെ അടിക്കുന്നത് നമുക്ക് നോക്കാം. കൂലിയാണ് നമ്മുടെ ചൂണ്ടയിൽ ഫസ്റ്റ് ആയിട്ട് അടിച്ചേക്കണത്. നല്ല വലിയൊരു കൂലിയാണ് അടിച്ചേക്കണത് നമ്മുടെ ചൂണ്ടയിൽ. എല്ലാവരും നല്ല ഉഷാറായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കേണ്ട. കാരണം നമ്മുടെ കൂട്ടുകാരനൊക്കെ മീനൊക്കെ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹാപ്പി ആയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ചൂണ്ടയിലൊക്കെ മീൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് ആയിക്കോട്ടെ നമുക്ക്. അതെ, അപ്പോൾ നമ്മുടെ 3-4 മണിക്കൂറിന് ശേഷം നമ്മളിത് ഒരു കിലോത്തോളം അടുത്ത് കൂലിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ പിടിക്കാനാണ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു.